കോഴിക്കോടേക്ക് പോകാം. അവിടെ ടി അനീസ് അലി കൂടെയുണ്ട്. അനീസ് അലി, മാറ്റത്തിന്റെ കാറ്റ് ആഞ്ഞു വീശിയപ്പോഴും കടപുഴകാതെ നിന്നതാണ് കോഴിക്കോട് കോർപ്പറേഷൻ. LDF തുണച്ചതാണ്. മുസഫർ അഹമ്മദ് ജയിച്ചിരുന്നെങ്കിൽ ഈ ഒരു ചർച്ചയുടെ ആവശ്യമേ വരില്ലായിരുന്നു. ഇപ്പോൾ എസ് ജയശ്രീയുടെ പേരാണോ ആദ്യ പരിഗണനയിലുള്ളത്? ഏതെങ്കിലും ഒരു പേരിലേക്ക് നിലവിൽ എത്തിയിട്ടില്ല. സദാശിവൻ വേങ്ങേരി പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമാണ്. 2 തവണ കോർപ്പറേഷൻ കൗൺസിലറായിരുന്നു. അതുപോലെ തന്നെ ഡോക്ടർ എസ് ജയശ്രീ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു. ഇതുവരെ അവർ റിട്ടയർഡ് പ്രിൻസിപ്പലാണ്. പാർട്ടിയിൽ നല്ല പ്രവർത്തന പാരമ്പര്യമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ വേറെ പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള കെ രാജീവിൻ്റെ പേര് ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞു കേൾക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിലെല്ലാം അന്തിമ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന കമ്മിറ്റിയാണ്. CPMന്റെ സംസ്ഥാന കമ്മിറ്റിയാണ് മേയർ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ജില്ലാ കമ്മിറ്റി ഇന്നലെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമുണ്ടായിരുന്നു. മുതിർന്ന നേതാക്കളെല്ലാവരും പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗങ്ങളെല്ലാവരും പങ്കെടുത്ത ആ യോഗത്തിൽ പക്ഷേ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അത് പാർട്ടി ഔദ്യോഗികമായി പറഞ്ഞത് അത്തരം ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല എന്നാണ്. പക്ഷേ നമുക്കറിയാം, ചർച്ച സജീവമായി തന്നെയുണ്ട്. പാർട്ടി വലിയ കനത്ത തിരിച്ചടിയാണ് കോഴിക്കോട് ജില്ലയിൽ, പ്രത്യേകിച്ച് കോഴിക്കോട് കോർപ്പറേഷനിൽ നേരിട്ടത്. ആ സമയം മുതൽ തന്നെ വലിയ തരത്തിലുള്ള ചർച്ചകൾ പാർട്ടിയിൽ ആരാകും മേയർ എന്ന തരത്തിൽ ചർച്ചകൾ നടന്നിരുന്നു. എന്തായാലും ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത്, അവരുടെ മേയർ സ്ഥാനാർത്ഥിയായി കണ്ടിരുന്നത് ഡെപ്യൂട്ടി മേയറായിരുന്ന മുസാഫർ അഹമ്മദ് ആയിരുന്നു. മുസാഫർ അഹമ്മദ് പരാജയപ്പെടുമെന്ന് ഒരിക്കൽ പോലും അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി അഥവാ പരാജയപ്പെട്ടാൽ തന്നെ പ്ലാൻ ബി പ്രകാരം അവർ കണ്ടെത്തിയിരുന്ന പേര് ടി സുജൻ ആയിരുന്നു. ടി സുജൻ എന്ന് പറയുന്നത് ഏരിയ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹവും പരാജയപ്പെട്ടതോടുകൂടി തന്നെയാണ് ഇനി എന്ത് എന്ന കാര്യത്തിൽ പാർട്ടിക്ക് ഉത്തരവില്ലാതായത്. ഇതോടെയാണ് സജീവമായി പാർട്ടി മേയർമാരുടെ കാര്യത്തിൽ ആരാകും മേയർ എന്ന കാര്യത്തിൽ കാര്യമായ ചർച്ചയിലേക്ക് കടന്നത്. ഇപ്പോഴും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഈ മേയർ സ്ഥാനം എന്ന് പറയുന്നത് ഇത്തവണ സംവരണമല്ല, ജനറൽ വിഭാഗത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു വനിത ആയിക്കൊള്ളണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് പുരുഷ സ്ഥാനാർത്ഥി എന്ന അർത്ഥത്തിൽ ഒരു തരത്തിലും സംശയം ഇല്ലാതെ മുന്നോട്ട് വെച്ചിരുന്ന പേര് മുസാഫർ അഹമ്മദിന്റെ ആയിരുന്നു. അദ്ദേഹവും സുജനും ഒക്കെ തോറ്റതോടുകൂടിയാണ് ഇനി ആര് എന്ന കാര്യത്തിൽ ചർച്ച നടന്നത്. പക്ഷെ ഇതുവരെയും ആ കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടില്ല. അത് അവസാന ഘട്ടത്തിൽ തീരുമാനമെടുക്കുക. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് CPM ആണ് വിജയിച്ചിട്ടുള്ളത് എങ്കിൽ പോലും CPM മാത്രമല്ല, മേയർ സ്ഥാനത്തേക്ക് കോൺഗ്രസ് കൂടി മത്സരിക്കുമെന്ന് ഇന്നലെ പ്രവീൺ കുമാർ, അതായത് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചെറിയ സീറ്റേ ഉള്ളൂ, 13 സീറ്റേ ഉള്ളൂ എങ്കിലും BJPയും മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, ഏകപക്ഷീയമായ ഒരു മുന്നോട്ട് പോക്ക് LDF എന്തായാലും ഇനി നഗരസഭയിൽ കോർപ്പറേഷനിൽ ആര് തന്നെ ഭരണത്തിലെത്തിയാലും അങ്ങനെ സുഗമമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതിന്റെ സൂചനകളാണ്. മേയർ സ്ഥാനത്തേക്ക് പോലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടികൾ ഉണ്ടാകുന്നു എന്ന് ഇത്രകാലം ഇല്ലാത്തൊരു കാര്യമായിരുന്നു. ഏകപക്ഷീയമായ മുന്നോട്ട് പോകായിരുന്നു CPMന്റെ അല്ലെങ്കിൽ LDFന്റെ ഉണ്ടായിരുന്നത്. പക്ഷേ ആ കാര്യത്തിൽ ഒരു മാറ്റം വരുന്നു. ഇന്നലെ പ്രവീൺ കുമാർ DCC പ്രസിഡന്റ് വാർത്താസമ്മേളനത്തിനിടെ ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചത്, ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിൽ ചില നീക്കുപോക്കുകൾക്ക് പാർട്ടി, അതായത് CPM തയ്യാറാണ് എന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ടല്ലോ എന്ന കാര്യത്തിൽ, അങ്ങനെ ഒരു തരത്തിലുള്ള, അങ്ങനെയാണെങ്കിൽ ആത്മഹത്യയാണ് അതിനേക്കാളും നല്ലത് എന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത്. എന്തായാലും ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും തങ്ങൾ തയ്യാറല്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഏതായാലും ഈ ഭരണവിരുദ്ധ വികാരം, അതായത് കോഴിക്കോട് കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥിയായിട്ട് എല്ലാ പാർട്ടികളിൽ നിന്നും ആളുകളൊക്കെ ഉണ്ടാകും.